ജപ്പാനിലെ ഒരു ഗ്രാമത്തിൽ ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണ് നമ്മുടെ ഈ കഥയിലെ നായകൻ ഡെഞ്ചി. ഉറക്കം ഉണർന്നതും പണിക്ക് പോകാൻ സമയമായി എന്ന് ജോലിക്കിറങ്ങുന്ന ഡെഞ്ചി ഐപ്പാച്ചൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ട് വല്ല കടൽ കൊള്ളക്കാരനാണെന്ന് കരുതാൻ വരട്ടെ. ഒരു മാസം മരം വെട്ടിയാ കിട്ടുന്നത് 60,000 yen. ഒരു കിഡ്നി വിറ്റതിന് കിട്ടിയത് 12 ലക്ഷം yen. വലത്തെ കണ്ണിന് കിട്ടിയത് 3 ലക്ഷം. എന്നിട്ട് ഇനി എനിക്ക് 3,80,00,000 യെന്നിന്റെ കടം ബാക്കിയുണ്ട് എന്ന് കടം കയറി മുടിഞ്ഞ തന്റെ ദരിദ്രാവസ്ഥ ഓർത്ത് അതും പുലമ്പി നടക്കുകയാണ് ഡെഞ്ചി. അത് കേട്ട് ഡെഞ്ചിയെ നോക്കി കുരയ്ക്കുകയാണ് ചെയിൻസോ തലയിൽ കയറിയതുപോലെയുള്ള വോഡഫോൺ ഡോഗ് എന്ന് കരുതാൻ വരട്ടെ. സംഭവം ഡെഞ്ചിയുടെ പെറ്റായ പൊച്ചിറ്റ എന്ന ചെയിൻസോ ഡെവിളാണ്. അതെ, മനുഷ്യർക്ക് എന്തിനോടാണോ ഭയമുള്ളത് അതിൽ നിന്നെല്ലാം ഡെവിൾസ് രൂപം കൊള്ളുന്ന ലോകം. നമ്മുടെ ഡെഞ്ചി ഒരു ഡെവിൾ ഹണ്ടർ ആണ്. ഒരു ഡെവിളിനെ വേട്ടയാടിക്കൊന്ന ചത്ത ഡെവിളിന്റെ ആ ശവത്തിന് 3 ലക്ഷം വെച്ചെങ്കിലും കിട്ടും. നാട്ടിലാണെങ്കിൽ ഡെവിൾ ഹണ്ടിങ് പോലെ കാശ് കിട്ടുന്ന പണി വേറെ ഇല്ലതാനും. നാട്ടിൽ തക്കാളിയിൽ ആർക്കോ ഭയം വന്നത് കാരണം രൂപം കൊണ്ട ടൊമാറ്റോ ഡെവിളിനെ കൊല്ലാൻ വന്ന് നിൽക്കുകയാണ് നമ്മുടെ ഡെഞ്ചി. ആ സീൻ അവിടെ കട്ടായിട്ട് പിന്നീട് നമ്മൾ കാണുന്നത് തന്റെ ചെയിൻസോ ഡെവിളിനെ കൊണ്ട് ടൊമാറ്റോ ഡെവിളിനെ കൊന്നിട്ട് നിൽക്കുന്ന ഡെഞ്ചിയാണ്. കൊള്ളാൻ ഡെഞ്ചി, കരിഞ്ചന്റെ ഈ ശവത്തിന് നല്ല വില കിട്ടും, നിനക്ക് ഞാൻ 4 ലക്ഷം തരാം എന്ന് ഡെഞ്ചി അറിയിക്കുകയാണ് ഡെഞ്ചിയെ ഡെവിൾ ഹണ്ടിങ്ങിന് അവിടേക്ക് വിളിപ്പിച്ച ഒരു വൃദ്ധൻ. 4 ലക്ഷം കിട്ടുമെന്ന് കേട്ട് സന്തോഷിക്കാൻ തുടങ്ങുന്ന ഡെഞ്ചിയോട് ഡെഞ്ചി അയാൾക്ക് കൊടുക്കാനുള്ള പണത്തിന്റെ പലിശയും അഡ്മിൻ ഫീയും വേറെ അലറ ചില്ലറ ചിലവെല്ലാം കണക്കാക്കി 70,000 yen ബാക്കിയുണ്ടെന്ന് അറിയിക്കുകയാണ് ആ വൃദ്ധൻ. അങ്ങനെ തനിക്ക് കിട്ടിയ ആ പണവും വാങ്ങി അതിൽ നിന്ന് ഇനി താൻ വെള്ളത്തിന്റെ ബില്ലും വേറെ കുറെ കടങ്ങളുള്ളതും എല്ലാം കഴിയുമ്പോൾ വെറും 1,800 yen ബാക്കിയാവുമെന്ന്. ആ പണവും വെച്ച് ഈ മാസം പിടിച്ചു നിൽക്കണമെന്നതിനാൽ പൊച്ചിറ്റാ ഇന്നും അത്താഴത്തിന് ഉണക്കപ്പെട്ട് തന്നെയാവും കേട്ടോ എന്ന് തന്റെ പെറ്റ് ഡെവിളിനോട് തന്റെ അവസ്ഥ പറഞ്ഞു നടക്കുകയാണ് ഡെഞ്ചി. പൊച്ചിറ്റയുമായി റോഡിൽ നടന്നു പോകുന്ന ഡെഞ്ചിയെ നോക്കി തന്റെ ഡ്രൈവറിനോട് ഡെഞ്ചിയുടെ കടം തനിക്ക് മുതലാക്കാൻ വേണ്ടിയാണ് താൻ ഡെഞ്ചിയെ ഡെവിൾ ഹണ്ടറായി നിയമിച്ചതെന്നും സത്യത്തിൽ കടം ഡെഞ്ചിയുടെ അച്ഛൻ വരുത്തി വെച്ചതാണെന്നും പറയുന്ന ആ വൃദ്ധൻ, ഡെഞ്ചി പണത്തിന് വേണ്ടി എന്തും ചെയ്യും. ശരിക്കുമുള്ള ഡെവിൾ ഹണ്ടറുകളെ വിളിച്ചാലുള്ള കുഴപ്പം അവരതിന്റെ ശവം യാക്കൂസയ്ക്ക് വിട്ടുതരില്ല എന്ന് ഏതോ ജാപ്പനീസ് മാഫിയെ പറ്റി പറയുകയാണ്. അത് കേട്ട ആ ഡ്രൈവർ ആകട്ടെ ഡെഞ്ചിക്ക് അരികിൽ വണ്ടി നിർത്തി പാതി പുകച്ച സിഗരറ്റ് എടുത്ത് ഡെഞ്ചിക്ക് നീട്ടി, ഡാ ഈ സിഗരറ്റിന് നിന്നാ ഞാൻ നിനക്ക് 100 yen തരാം എന്ന് പറയുന്നതും പണം കിട്ടുമെന്നതിനാൽ ആ സിഗരറ്റ് കുറ്റി വാങ്ങി വിഴുങ്ങുകയാണ് ഡെഞ്ചി. അടുത്ത ഡെവിളിനെ കിട്ടുമ്പോ നിന്നെ ഞങ്ങൾ വിളിക്കാം, മുങ്ങാൻ വല്ലോ നോക്കിയാ ചെക്ക വെട്ടി പന്നിക്ക് ഇന്നാൻ കൊടുക്കും പറഞ്ഞേക്കാം എന്ന് ആ വൃദ്ധൻ ഡെഞ്ചിയെ ഭീഷണിപ്പെടുത്തി പോകുമ്പോൾ നാവിലൊളിപ്പിച്ച സിഗരറ്റ് കുറ്റി പൊച്ചിറ്റയെ കാണിച്ച് അയാളെ താൻ പറ്റിച്ചതാണെന്ന് അത് തുപ്പിക്കളയുന്ന ഡെഞ്ചി ആ സിഗരറ്റ് വിഴുങ്ങിയതിന് അയാൾ കൊടുത്ത 100 yen കൊണ്ട് തങ്ങൾക്ക് 3 ദിവസം ജീവിക്കാമെന്ന് സന്തോഷിക്കുകയാണ്. അങ്ങനെ മഴയുള്ള ഒരു ദിവസം പൊച്ചിറ്റയെ മടിയിലിരുത്തി ഉണക്ക ബ്രെഡും കഴിച്ച് സാധാരണ ആളുകള് ജാം എന്നൊരു സാധനം പുരട്ടിയാ ബ്രെഡ് തിന്നുന്നത്. അങ്ങനത്തെ ജീവിതമൊക്കെ നമുക്ക് ഒരു സ്വപ്നം മാത്രമാണ്. ഒരു ഗേൾ ഫ്രണ്ടിനെ പോലും കിട്ടാതെ ചാകാനാണ് എന്റെ വിധി. അല്ല, ഈ കുപ്പത്തൊട്ടിലോട്ട് വിളിച്ച ഏതെങ്കിലും പെണ്ണ് വരുവോ? ഡേറ്റിന് പോകാനാണെ കാശുമില്ല, ഞാനിങ്ങനെ മിസ്റ്റർ ബ്രഹ്മചാരിയായി നിന്ന് പോയുള്ളൂ എന്ന് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായ ബ്രെഡിനൊപ്പം ജാം കൂട്ടി കഴിക്കണമെന്നതും ഒരു ഗേൾ ഫ്രണ്ട് വേണമെന്നതും പറഞ്ഞിരിക്കുകയാണ് ഡെഞ്ചി. ആ സീൻ അവിടെ കട്ടായിട്ട് നമുക്കിനി ഡെഞ്ചിയുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണാം. ഇതുപോലെ മഴയുള്ള ഒരു ദിവസം കടം കയറി ആത്മഹത്യ ചെയ്ത തന്റെ അച്ഛനെ അടക്കം ചെയ്ത് നിൽക്കുന്ന ഡെഞ്ചിക്കരികിലെത്തി, ചേറ്റ ഈ മാസത്തെ പലിശ തരാതെയാണ് കെട്ടി തൂങ്ങിയത്, ഡാ ചെക്ക 7 ലക്ഷം yen നാളെ നീ എത്തിച്ചേക്കണം, ക്യാഷ് കിട്ടിയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ വെട്ടിത്തൂക്കി വിൽക്കും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോവുകയാണ് നമ്മൾ അല്പം മുമ്പ് കണ്ട വൃദ്ധൻ. ആകെ തകർന്നു നിൽക്കുന്ന ഡെഞ്ചി അപ്പോഴാണ് മരത്തിന് പിന്നിൽ നിന്ന് ചെയിൻസോ ഡെവിൾ വരുന്നത് കാണുന്നത്. ആദ്യമായി അതിനെ കണ്ട് ഭയന്ന് നിലത്ത് വീഴുന്ന അവൻ, കൊല്ലാൻ വന്നത് തന്നെ കൊന്നോ, ഞാൻ എന്തായാലും ചത്തവനാണ് എന്നിരിക്കുമ്പോഴാണ് നമ്മുടെ ചെയിൻസോ ഡെവിൾ മരണാസനായി മുറിവും പറ്റിക്കിടക്കുന്നത് ഡെഞ്ചി ശ്രദ്ധിക്കുന്നത്. നീ മരിക്കാൻ പോകുവാണല്ലേ, രക്തം കുടിച്ച ഡെവിളുകൾക്ക് ശക്തി തിരിച്ചു കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, നിനക്ക് മരിക്കണ്ടെങ്കിൽ എന്നെ കടിക്ക് എന്ന് അതിന് തന്റെ കൈ നീട്ടി നൽകുകയാണ് ഡെഞ്ചി. അങ്ങനെ ഡെഞ്ചിയുടെ കയ്യിൽ കടിച്ച് ചെയിൻസോ ഡെവിൾ രക്തം കുടിക്കുമ്പോൾ, എന്റെ ചോര ഫ്രീ ഒന്നും അല്ല കേട്ടോ, ഞാൻ നിന്നെ സഹായിച്ചാ നീ തിരിച്ച് എന്നെയും സഹായിക്കണം, കാരണം എനിക്ക് മരിക്കാൻ ആഗ്രഹമില്ല എന്നറിയിക്കുകയാണ് ഡെഞ്ചി. അങ്ങനെ ഒരു മനുഷ്യനും ഡെവിളും ഉറ്റ ചങ്ങാതിമാരാവുകയാണ്. ശേഷം ഒരു ഡെവിളിനെ കൊന്ന് അതിന്റെ ഡെഡ് ബോഡി താൻ പണം നൽകാനുള്ള വൃദ്ധന് മുൻപിലിട്ട്, എന്നെ ഒരു ഡെവിൾ ഹണ്ടറായി നിയമിച്ചുകൂടെ എന്ന് തിരക്കി ചെയിൻസോ ഡെവിളുമായി നിൽക്കുകയാണ് ഡെഞ്ചി. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ ചുരുക്കത്തിൽ ഇതാണ് നമ്മുടെ ഡെഞ്ചിയുടെ കഥ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വിശന്നിട്ട് ഉറക്കം വരാതെ കിടക്കുന്ന ഡെഞ്ചി ഉറക്കം വരാത്തപ്പോ കൊടുക്കാനുള്ള ക്യാഷിന്റെ കാര്യം ഓർക്കും. അപ്പോ ഉള്ള ഉറക്കം കൂടെ പോയി കിട്ടും.
ഉറങ്ങുമ്പോ എന്ത് സ്വപ്നം കാണണമെന്ന് എനിക്കറിയാം. ജാം പുരട്ടിയ ബ്രെഡ് നിന്റെ കൂടെ കഴിക്കണം, ഒരു ഗേൾ ഫ്രണ്ട് വേണം എന്ന് കൊച്ചിറ്റിയോട് പറഞ്ഞിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ ചുമച്ച് രക്തം തുപ്പുന്നത്. അതോടെ തന്റെ അമ്മയും ചോര തുപ്പുന്ന എന്തോ അസുഖം വന്നാണ് മരിച്ചതെന്ന് താൻ മരിക്കാറായെന്നിരിക്കുകയാണ് ഡെഞ്ചി. ആ സമയത്താണ് ആ വീടിന് പുറത്ത് ഡെഞ്ചി പണം നൽകാനുള്ള വൃദ്ധം വന്ന് പുതിയൊരു ഡെവിളിനെ കെട്ടിയിട്ടുണ്ടെന്ന് അവനെ വിളിക്കുന്നത്. അങ്ങനെ അയാൾക്കൊപ്പം വളരെ ദൂരം സഞ്ചരിച്ച് ഒരു ഒഴിഞ്ഞ വെയർഹൌസിലെത്തുന്ന ഡെഞ്ചി പക്ഷെ അവിടെ ഒരു ഡെവിളിനെയും കണ്ടില്ല. ഇതിനകത്താണോ ഡെവിളുള്ളത്? ഒന്നും കാണുന്നില്ലല്ലോ എന്ന് അവൻ പറയുമ്പോൾ, ഡെഞ്ചി മോനെ, നിന്നോട് ഞങ്ങൾക്ക് പെരുത്ത് നന്ദിയുണ്ട് അറിയോ. നീ ഒരു വാലാട്ടിപ്പട്ടിയെ പോലെ ഇത്രയും നാൾ കൂടെ നിന്നു. എച്ചില് കഷ്ണം പോലെ കാശ് എന്നിട്ടും തന്ന പണിയെല്ലാം നീ ഭംഗിയായി ചെയ്തു. പക്ഷേ പട്ടികളുടെ സ്മെല്ലുണ്ടല്ലോ, അതെനിക്ക് സഹിക്കില്ല എന്ന് പറയുമ്പോഴേക്കും ഒരാൾ കട്ടപ്പയുടെ പരിപാടി ഒപ്പിച്ച് നമ്മുടെ ഡെഞ്ചിയെയും പൊച്ചിറ്റയും കൂടി ഒരുമിച്ച് ഒരു വാള് കൊണ്ട് കുത്തിയിരുന്നു. യാക്കൂസയ്ക്ക് കൂടുതൽ ശക്തിയും പണം കിട്ടിയ പുളിക്കില്ല മോനെ, അതുകൊണ്ട് ഞങ്ങൾ നിന്നെ പോലെ ഒരു ഡെവിളുമായി ഉടമ്പടി ഉണ്ടാക്കി എന്ന് പുള്ളിയും യാക്കൂസയിലുള്ള ഒരാളാണ് എന്നും യാക്കൂസയിലുള്ള ആളുകൾ ഒരു ഡെവിളുമായി പുതിയൊരു കരാർ തുടങ്ങിയെന്നും അറിയിക്കുകയാണ്. ഈ യാക്കൂസ എന്നാൽ ജപ്പാനിലെ വലിയൊരു ക്രിമിനൽ മാഫിയ സംഘമാണ് കേട്ടോ. ഉടമ്പടി പ്രകാരം ആ വൃദ്ധന് പൈശാചിക ശക്തികൾ വേണമായിരുന്നു. പകരം ആ ഡെവിളിനാകട്ടെ, എനിക്ക് ഡെവിൾ ഹണ്ടറുകളെ കൊല്ലണം. എടാ ഡെവിൾ ഹണ്ടർ ചെക്ക, ഇവന്മാര് തനി മണ്ടന്മാരായിരുന്നു. ഞാനിവർക്ക് കുറച്ച് പൈശാചിക ശക്തി കൊടുക്കാന്ന് പറഞ്ഞു. പകരം അവരെന്റെ അടിമകളാകാമെന്ന് സമ്മതിച്ചു.